വൈബ്സ് ഓഫ് ലിസ പറയാം അറിയാം കേൾക്കാം. വൈബ്സ് ഓഫ് ലിസയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ലിസയിൽ അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് അറിയാം. അത്ര നിസ്സാരമല്ലാത്തൊരു വിഷയത്തെ പറ്റി സംസാരിക്കാനാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതേ വൈബ്സ് ഓഫ് ലിസയിൽ ഇത് നിങ്ങളോടൊപ്പം RJ ജയദേവൻ ആൻഡ് RJ ഷാന. അല്ല ജയദേവ, നമ്മളെ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് അവരോട് പറയണ്ടേ? അതേ ഉറപ്പായും ഷാന, നമുക്കറിയാം മാർച്ച് 8 ലോക വനിതാ ദിനമാണ്. ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ച് സീരിയസ് ആയി ചർച്ച നടക്കുന്ന ഇക്കാലത്ത് സ്ത്രീകൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡേ സെലിബ്രേറ്റ് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ജെൻഡറിന് വേണ്ടി മാത്രം അങ്ങനെ ഒരു പരിഗണന നൽകണം? എന്താ ഷാനൻ്റെ അഭിപ്രായം? എനിക്ക് ഈ ചോദ്യം തന്നെ വളരെ അപ്രസക്തമായി തോന്നുന്നു. കാരണം ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയുള്ള വാദങ്ങൾ മാത്രമേ നിലവിൽ നടക്കുന്നുള്ളൂ. ആ ഒരു ആശയം പ്രാവർത്തികമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്തൊരു സമൂഹത്തിലാണ് നാം ഇപ്പോഴുള്ളത് എന്നത് ഖേദകരമായ വസ്തുതയാണ്. എന്തൊക്കെയായാലും മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. ഈ ഒരു ദിനം ആചരിക്കുന്നതിൽ പിന്നിൽ ഒരുപാട് പോരാട്ടങ്ങളുടെയും ത്യാഗത്തിൻ്റെയും ചരിത്രം കൂടെയുണ്ട്. സ്വന്തം ജോലി സ്ഥലത്തെ സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്താനായി വനിതകൾ നടത്തിയ മുന്നേറ്റത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ വനിതാ ദിനവും. കായികക്ഷമതയിലും അവസരങ്ങളിലും പുരുഷന്മാരെക്കാൾ എത്രയോ പിന്നിലാണെങ്കിലും അവയെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നേറാൻ സ്ത്രീകൾ നടത്തുന്ന നിരന്തര ശ്രമങ്ങളുടെ രേഖപ്പെടുത്തൽ കൂടിയാണ് ഈ വനിതാ ദിനം. അപ്പോൾ ഈ ദിനം ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടും ഈ നിമിഷം വരെ സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഓരോ ദിവസം കഴിയുന്തോറും സ്ത്രീകൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പറയാൻ പറ്റും സ്ത്രീകൾ സുരക്ഷിതരാണെന്ന്? അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഷാന. കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ സ്ത്രീകൾക്കെതിരെ മാത്രമല്ല, പൊതുവേ കേരളത്തിൽ ക്രൈം റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് പരിഹരിക്കാൻ നമ്മളെ നിയമങ്ങൾ ഒന്നുകൂടെ സ്ട്രോങ് ആവണം. സ്കൂളിൽ കുട്ടികൾക്ക് സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുകൂടെ പഠിപ്പിക്കണം. എന്നാലേ സ്ത്രീകൾക്കെതിരെയുള്ളതും സമൂഹത്തിലെ കുറ്റകൃത്യങ്ങളും കുറയും. ജയദേവ, നമ്മൾ ചെറുതായിട്ട് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ടോ എന്നൊരു സംശയം. ശരിയാണ്, വനിതാ ദിനത്തിനെ കുറിച്ച് സംസാരിച്ചിട്ട് നമ്മളിപ്പോൾ എവിടേക്കോ എത്തി. നമുക്ക് കുറച്ച് നേട്ടങ്ങൾ കൈവരിച്ച സ്ത്രീകളെ കുറിച്ച് സംസാരിക്കാം. അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാതെ തൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിയ സ്ത്രീകളുടെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. കൽപ്പന ചൗള, സുനിത വില്യംസ്, മലാല യൂസഫ്സായി, മദർ തെരേസ എന്നിവരെല്ലാം അവരിൽ ചിലതു മാത്രം. സ്ത്രീകളുടെ ഉന്നമനത്തിനുള്ള സാഹചര്യങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. സാമൂഹികമായും സാംസ്കാരികമായും മാനസികമായും സ്ത്രീകളെ ശക്തരാക്കുക എന്നത് അനിവാര്യമാണ്. ഹൗ ഓൾഡ് ആർ യു ചോദിച്ച അതേ ചോദ്യമാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹൂ ഡിസൈഡ്സ് എക്സ്പയറി ഡേറ്റ് ഓഫ് എ വുമൺസ് ഡ്രീം? No one decides the expiry date of a woman's dream because her work is not packaged with shelf life. ഒരു സ്ത്രീയും ഒരു പുരുഷന്റെയും അവസരമല്ല, മറിച്ച് അവന്റെ ഉത്തരവാദിത്തമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ RJ ഷാന and RJ ജയദേവൻ signing off.